ദൈവം തുറന്ന ഒരു വാതിലിനകത്ത് ഒരിക്കലും ഒരു അപകടം ഉണ്ടാകത്തില്ല, ഒരിക്കലും ഒരു വേദന ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഭാവിയിൽ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഖേദിക്കേണ്ട ഒരു അവസ്ഥ ഒരു കാരണവശാലും നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പാരബിൾസ് ആണ്. പാരബിൾസ് എന്ന് പറയുമ്പോൾ ഉപമകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 22ാമത്തെ ഉപമ അല്ലേ, 22ാമത്തെ ഉപമയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. പാരബിൾ ഓഫ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്ന 9ാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പാരബിൾ ഓഫ് റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിൻ്റെ ഉപമ എന്ന് പറയുന്ന 9ാമത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 9ാമത്തെ സെക്ഷനിൽ ഒരു ഉപമ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു, ലോസ്റ്റ് ഷീപ്പ്, കാണാതെ പോയ ആട്. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായത്തിൽ കാണാതെ പോയ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്, എന്നാലും ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തൊക്കെയാണ്? കാണാതെ പോയ ആട്, കാണാതെ പോയ നാണയം, കാണാതെ പോയ മകൻ, 3 ആളുകൾ. അതിൽ കാണാതെ പോയ ആടിനെ കുറിച്ചുള്ള കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞത്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പാരബിൾ ഓഫ് റിപ്പൻറ്റൻസിൻ്റെ പാർട്ട് 2, 2ാമത്തെ ഭാഗത്തിൽ ദ ലോസ്റ്റ് കോയിൻ, കാണാതെ പോയ നാണയം. ബൈബിൾ പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, എവിടെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 15ാം അധ്യായം, അതിൻ്റെ 8, 9, 10 3 വചനങ്ങളേ ഉള്ളൂ. 8, 9, 10 എന്ന് പറയുന്ന 3 വചനങ്ങളേ ഉള്ളൂ. ഈ ഒരു ഉപമ, 3 ഉപമകളും യേശു കർത്താവ് പറയാൻ ഒറ്റ കോണ്ടെക്സ്റ്റ്, ഒറ്റ പശ്ചാത്തലമേ ഉള്ളൂ. എന്ത് പശ്ചാത്തലമാണ്? പരീശന്മാരും ന്യായശാസ്ത്രിമാരും യേശു കർത്താവ് പാപികളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതും അവരോടുകൂടെ നടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വല്ലാതെ എന്തുണ്ടായി? പിറുപിറുപ്പുണ്ടായി. ആ പിറുപിറുപ്പ്, അവരുടെ ഹൃദയത്തിലുള്ള പിറുപിറുപ്പും ഇടക്ക് മുറുമുറുപ്പും ഒക്കെ വാക്കുകളിലൂടെ ഒക്കെ പുറത്ത് വന്നത് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? യേശു കർത്താവ് അവരുടെ ഉള്ളിലെ ഇംഗിതം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? തുറന്നങ്ങോട്ട് എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ സംസാരിച്ചു. ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെയല്ലേ, ചില ആളുകൾ ഉള്ളിൽ കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മുടെ പിള്ളേരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തുറന്നെന്ത് ചെയ്യും? അതെന്തുവാ എന്നുള്ള രീതിയിൽ നമ്മൾ തുറന്നെന്ത് ചെയ്യാറുണ്ട്? സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവ് ഇവർ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കണ്ടുകൊണ്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? തുറന്നങ്ങോട്ട് എന്ത് ചെയ്തു? സംസാരിച്ചിരിക്കുകയാണ്. അത് 3 ഉപമകളിലൂടെയാണ് സംസാരിക്കുന്നത്. 3 ഉപമകളുടെയും അതുകൊണ്ട് തീം എന്ന് പറയുന്നത് കാണാതെ പോയതിനെ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവരുന്ന ദൈവസ്നേഹം, അതിനെക്കുറിച്ചിട്ടാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇത് 2ാമത്തെ ഉപമയാണ്. ആ ഒരു ഉപമയിൽ, ആദ്യത്തെ ഉപമയിൽ നമുക്ക് കാണാം, ആടിനെയാണ് കാണാതെ പോയത്. കാണാതെ പോയ ആടിനെ തപ്പി ആരാണ് പോകുന്നത്? ഒരു പുരുഷൻ പോവുകയാണ്, അല്ലെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഇടയൻ പോവുകയാണ്. എന്നാൽ 2ാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ കാണാതെ പോയത് ഒരു നാണയമാണ്. ആ നാണയത്തെ അന്വേഷിച്ച് തപ്പിയിറങ്ങുന്നത് ആരാ? ഒരു സ്ത്രീയാണ്. ഓക്കെ, ഇനി 3ാമത്തെ ഉപമയിലേക്ക് വരുമ്പോൾ കാണാതെ പോയത് ആരാണ്? ഒരു പുത്രനാണ്. ആ പുത്രൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഇനീസിയേഷൻ കാര്യങ്ങളെല്ലാം എവിടെയാണ് വരുന്നത്? ഒരു പിതാവിൻ്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. സോ ആദ്യത്തേതിൽ ഒരു പുരുഷൻ, ഒരു ഇടയൻ, 2ാമത്തേതിൽ ഒരു സ്ത്രീ, 3ാമത്തേതിൽ ഒരു പിതാവ്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല വേദ പണ്ഡിതന്മാരും ത്രിത്വത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാണാതെ പോയ മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ, കാണാതെ പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപിയെ രക്ഷിക്കുവാൻ ഇടയനായ പുരുഷനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ ആദ്യത്തെ ഉപമയിലൂടെ പറയുമ്പോൾ, കാണാതെ പോയ നാണയമായിട്ടുള്ള മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് പകരമായിട്ട് ആ സ്ത്രീയെ ഉപമിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. 3ാമതായിട്ട് കാണാതെ പോയ മകനുണ്ട്. അവൻ്റെ കാര്യത്തിൽ ആരാണ്? സ്വർഗീയ പിതാവ്. ഹല്ലേലൂയ. അങ്ങനെ പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവ്, 3 വ്യക്തികളും രക്ഷാകരമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാൽവേഷൻ പ്രവർത്തനത്തിൽ, രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്? പുത്രൻ പ്രവർത്തിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, പിതാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി കൂടെ സാധാരണ അലിഗോറിക്കലായിട്ട് സംസാരിക്കുക എന്ന് പറയും. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഉപമ കൂടിയാണ് ഈ 3 ഉപമകൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മുടെ രക്ഷയിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പങ്കുണ്ട്. എത്ര പേര് ആമേൻ പറയും? നമ്മുടെ രക്ഷ
ക്രിസ്തുവിലൂടെയാണ് നമുക്ക് കിട്ടിയതെങ്കിലും പരിശുദ്ധാത്മാവിലൂടെയാണ് ക്രിസ്തുവിലേക്ക് നമുക്ക് എന്ത് ചെയ്തത്? പ്രവേശനം കിട്ടിയത്. ക്രിസ്തുവിൽ എത്തിയ പ്രവേശനമാണ്. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ആരിലേക്ക് പ്രവേശനം കിട്ടിയത്? പിതാവിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയത്. അതുകൊണ്ട് ഈ രക്ഷാകരപരമായി പദ്ധതിക്കകത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഒരു ലോസ് കോയിൻ ആകട്ടെ, ഒരു ലോസ് ഷീപ്പ് ആകട്ടെ, ഒരു ലോസ് സൺ ആകട്ടെ, ഇവരുടെ രക്ഷാകര പദ്ധതിയിൽ ഇവർ 3 പേരും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലും. ഇന്ന് പറയുന്ന ഈ ഉപമ നമ്മളൊന്ന് ഒരുമിച്ച് വായിക്കാം. നമുക്ക് 15-ാം അധ്യായത്തിൻ്റെ 8, 9, 10 3 വചനങ്ങളിലാണ്. നമുക്ക് എല്ലാവർക്കും സ്ക്രീനിൽ നോക്കി വായിക്കാം. ശുശ്രൂഷകർ വായിക്കും, പക്ഷെ നമുക്ക് കൂട്ടത്തിൽ എല്ലാവരോട് ചേർന്ന് വായിക്കാം. റെഡി ആണല്ലോ അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപമയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ കയ്യിലുണ്ടായിരുന്നു. ഒരെണ്ണം അതിനകത്ത് കാണാതെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു? വിളക്കൊക്കെ കത്തിച്ച് വീടൊക്കെ അടിച്ചു വാരി തപ്പി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ആ സന്തോഷം മറച്ചു വെച്ചില്ല. എല്ലാവരോടും പറഞ്ഞു, എല്ലാവരെയും വിളിച്ചു കൂട്ടി. അതിനുശേഷം യേശു കർത്താവ് ആ ഉപമയുടെ ഒരർത്ഥം പറയുന്നു. ഇതുപോലെ തന്നെയാണ് കാണാതെ പോയ ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യത്തിലും സന്തോഷം ഉണ്ടാകും. ഒറ്റയടിക്ക് തന്നെ നമുക്കിതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഏതായാലും നമ്മൾ ഈ ഒരു ഉപമയൊക്കെ സംസാരിക്കുകയല്ലേ, അപ്പം നമുക്ക് എന്താണ് പൊളിച്ച് നിവൃത്തി ഒക്കെ പറഞ്ഞു തരികയാണല്ലോ സാധാരണ ഒരു ബൈബിൾ ക്ലാസ്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തോട് സംസാരിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ സമയാസമയത്ത് പിടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, കാണാതെ പോയ നാണയം. പറഞ്ഞേ, കാണാതെ പോയ നാണയമാണ് ഇതിൻ്റെ തീം വേർഡ് എന്ന് പറയുന്ന പോലെ. ഈ നാണയം, ഈ കോയിൻ മാത്രമാണ് ഇതിൻ്റെ തീം വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു തീം ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന പോലും ഇതാണ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദ കോയിൻ വാസ് ലോസ്റ്റ്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ കാണാം. നാണയം എന്തായിരിക്കുകയാണ്? നഷ്ടമായിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ നമുക്ക് കാണുന്നത് സിൽവർ കോയിൻ എന്ന് പറയുന്ന വാക്കാണ് നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മലയാളത്തിൽ ദ്രഹ്മ എന്ന് പറയുന്ന വാക്കാണ് കാണാൻ സാധിക്കുന്നത്. അത് ഗ്രീക്കിൽ പണത്തിന് പറയുന്ന, ആ കാലത്തുണ്ടായിരുന്ന പണത്തിന് പറയുന്ന പേരാണ് ദ്രാഹ്മ എന്ന് പറയുന്നത്. എന്നാൽ ഡിനാറിയസ് അഥവാ ദിനാർ ആണ് റോമൻ വാക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ദ്രഹ്മയും ദിനാറും ഒരേ ഒരേ മൂല്യം തന്നെയാണ്. ഒരേ മൂല്യം തന്നെ. ഇപ്പം ഡോളറിൽ $1 70 രൂപയാണ്. നമ്മുടെ 70 രൂപയും $1 ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ ഒരു ദിനാറും ഒരു ദ്രഹ്മ അതൊരു ഈക്വൽ മൂല്യം ഉള്ള കാര്യമാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല അത് ഒരു ദിവസത്തെ കൂലിക്ക് സമാനമായ കാര്യമാണ് ഒരു ദ്രഹ്മ അഥവാ ഒരു ദിനാർ എന്ന് പറയുന്നത്. സാധാരണ ഒരു 10 ദ്രഹ്മയിൽ ഒരെണ്ണം നഷ്ടമായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം, അവരുടെ വീട്ടിനകത്ത് അവരുടെ വീട്ടു ചെലവിന് വേണ്ടി ദിവസങ്ങളായിട്ട് ഒരാഴ്ചയിലെ കൂലിയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഈ 10 ദ്രഹ്മ അതിലൊന്ന് നഷ്ടമായതായിരിക്കാം. അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് സ്ത്രീകൾ പൊതുവെ അവരുടെ മാലയിൽ കൊരുത്തിടാറുണ്ട് ഈ ദ്രഹ്മയൊക്കെ. പണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പം അത് ഫാഷനായി. പണ്ടൊക്കെ പെൺപിള്ളേരൊക്കെ കെട്ടിച്ചിടുമ്പോൾ വീട്ടുകാർ കൊടുക്കുന്ന ഒരു മാലയാണ് കാശുമാല എന്ന് പറഞ്ഞിട്ടൊരു മാലയൊക്കെ ഉണ്ട് അല്ലേ. പണ്ട് അത് കാശായിരുന്നു, കാശ് കൊരുത്ത് സ്വർണ്ണമായിരുന്നു കാശ് എന്ന് പറയുന്നത്. പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ ആ കാശ് കൊണ്ടുണ്ടാക്കിയ മാലയാണ് കാശുമാല. ഇന്ന് പിന്നെ അതൊരു ട്രഡീഷൻ മാലയായിട്ട് മാറിയിരിക്കുകയാണ്. എന്ന് പറയുന്ന പോലെ ഈ ഈസ്റ്റേൺ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ സ്വർണ്ണമായിരിക്കും അന്നത്തെ കാലത്തൊക്കെ പലപ്പോഴും സ്വർണ്ണത്തോട് ചേർന്നുള്ളതായിരിക്കും നാണയ സമ്പ്രദായം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് അത് മാലയിൽ കൊരുത്ത് സാധാരണ ഇടാറുണ്ട്. കാരണം അത് അവൾക്ക് കിട്ടുന്ന സ്ത്രീധനമായോ മറ്റോ ആയിട്ടോ കിട്ടിയതായിരിക്കാം. അതിലൊന്നായിരിക്കാം അവൾക്കത് നഷ്ടമായി പോയത്. അതുകൊണ്ട് തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു വെഡിങ് റിങ് പോലെ, ഇന്നത്തെ കാലത്ത് ഒരു വെഡിങ് റിങ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാണയമായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാണയം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ നാണയം വളരെ വിലപ്പെട്ട ഒരു നാണയമാണ്. പൊതുവിൽ നമുക്ക് ഈ നഷ്ടപ്പെട്ട നാണയം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് നേരത്തെ പറഞ്ഞിട്ട് എന്താണ്, അതൊരു പാപിയെ കുറിച്ചാണ് പറയുന്നത്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, നഷ്ടപ്പെട്ട നാണയം പാപിയെ കാണിക്കുന്നു.
ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന്, ദൈവിക സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള, കൈവിട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്താ പറയുക, വിച്ഛേദിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തി. അതാണ് എന്ത്? പാപി എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാപി എന്ന വാക്ക് കേൾക്കുമ്പോൾ വലിയ ഗമണ്ഡം പാപം ചെയ്തിട്ടുള്ള ആളുകളാണെന്ത്? പാപി. അല്ലാതെ സാധാരണ നല്ല രീതിയിലൊക്കെ ജീവിച്ച അത്യാവശ്യം കുഞ്ഞു കൊണ്ണോണയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളൊന്നും പാപിയല്ല എന്ന് പറയുന്ന ഒരു തോന്നലാണ് പൊതുവെ മനുഷ്യർക്കുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് പാപി എന്ന് പറയുന്നത് ഗമണ്ഡൻ പാപം ചെയ്തു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവ പദ്ധതിയിൽ നിന്ന്, ദൈവ വഴിയിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന്, ദൈവിക ഉദ്ദേശത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്ന ഏവനും ആരാണ്? പാപിയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോസ് കോയിൻ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ പാപി എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുതി വെക്കുക. എന്താണ്? നഷ്ടപ്പെട്ടു പോയ വ്യക്തി, നഷ്ടപ്പെട്ടു പോയ പാപി, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വീണുപോയ പാപി, ദൈവരാജ്യത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പാപി. ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, കയ്യിൽ നിന്ന് ഒഴുകി ഇറങ്ങിപ്പോയതാണ് നഷ്ടപ്പെട്ടു പോയ പാപി. ഹല്ലേലൂയ. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന, സത്യം പറഞ്ഞ ഒരു തീമാണ് ഈ ഒരു ഉപമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ തീമിൽ, ഈ ഉപമയുടെ അടുത്ത പ്രത്യേകത ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഈ കോയിൻ്റെ അടുത്ത പ്രത്യേകത, കോയിൻ വാസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ് അതേഴ്സ്. മറ്റൊരു വ്യക്തി നിമിത്തമായിട്ടാണ് ഈ നാണയം നഷ്ടമായി പോയത്. അതാണ്. ഒന്ന്, ഈ നാണയം നഷ്ടപ്പെട്ടു. രണ്ട്, ഈ നാണയം നഷ്ടമാകാൻ കാരണം മറ്റൊരു വ്യക്തിയാണ്. കാരണം എന്താ? അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഈ നാണയം നഷ്ടമായി പോയിട്ടുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നാണയം നഷ്ടപ്പെട്ടത് വീട്ടിൽ വെച്ചിട്ടാണ്. വീട് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ലോകമായിട്ട് നമുക്ക് കണക്കൂട്ടാം. സാധാരണ ചില വേദപണ്ഡിതന്മാർ അത് ലോകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ചിലത് സഭയ്ക്കകത്ത് നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ വേദപണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. എനിവേ, വീട്ടിനകത്ത് വെച്ച് ഇതെന്ത് ചെയ്തു? നഷ്ടമായി പോയി. ഒരു സഭയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, വീട് എന്നുള്ളത് ഒരു സഭയായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. വീട്ടിനകത്ത് വെച്ച് തന്നെ ഒരു വിശ്വാസി വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു പാപിയെ പോലെ ജീവിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സഭയ്ക്കകത്തും ഒരു പാപിക്ക് ഇരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒന്നാമത്തെ ഉപമയിൽ നമ്മൾ കാണുന്നത് ആട് നഷ്ടപ്പെട്ടെങ്കിലും ആടിന് തന്നെ അതിൻ്റെ തന്നിഷ്ടത്തിലാണ് അതെന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതിനുശേഷം അത് റിയലൈസ് ചെയ്യുന്നുണ്ട് താൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന കാര്യം. എന്നാൽ ഇവിടെ ഈ ഒരു നാണയത്തിൻ്റെ കാര്യത്തിൽ ആ നാണയത്തിന് ഒരിക്കലും താൻ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ബോധ്യമില്ല. നാണയം ഒരിക്കലും ചിന്തിക്കത്തില്ല, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി മകൻ്റെ കാര്യത്തിലാണെങ്കിൽ അവനൊരു സുബോധമുണ്ടായി, അല്ലേ? നാണയത്തിൻ്റെ കാര്യത്തിൽ അത് അപ്പോൾ പല സ്റ്റേജുകൾ നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ നാണയം താൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. പലപ്പോഴും വിശ്വാസികൾ സഭയ്ക്കകത്ത് വെച്ച് അവരുടെ വിശ്വാസം ചോർന്നിരിക്കുന്നതും അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതും അവർ തിരിച്ചറിയാറില്ല. അപ്പോഴും അവരൊരു പക്ഷേ സഭയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, വിശ്വാസമില്ലാത്ത വിശ്വാസിയാകരുത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. എനിവേ, ഇവിടെ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എങ്ങനെയായിരിക്കാം ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടത്? അവൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം? അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് അത് മറന്നുപോയിട്ടുണ്ടാവും. തൻ്റെ ബിസി ലൈഫിൽ ഒരു പക്ഷേ എന്താ പറയുക, തൻ്റെ പ്രയോറിറ്റീസിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ താൻ എന്ത് ചെയ്യാം, വേഗത്തിൽ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പല കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്. എൻ്റെ കാര്യത്തിൽ എപ്പോഴും വരുന്ന ഒരു കാര്യം, ഗസ്റ്റ് വീട്ടിൽ വരുമ്പോഴത്തേനും തലേ ദിവസം മുതലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കുക്കിംഗ് പരിപാടികൾ, ലിസ്റ്റിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തു വെക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? ഏതെങ്കിലും ഒരു ഐറ്റം കൊടുക്കാൻ മറന്നു പോകും. എന്നിട്ട് അത് ചിലപ്പോൾ ഫ്രിഡ്ജിലിരിപ്പുണ്ടാവും, അതെടുത്ത് കൊടുക്കാനായിട്ട് മറന്നു പോകും. അതിനകത്ത് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പരിഹാരം കണ്ടത്, ഞാനൊരു വീട്ടിൽ, നമ്മുടെ ചേർച്ചിലുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ആൻറ്റി ഞങ്ങൾക്ക് ഭക്ഷണം തരിക കേട്ടോ. ഞങ്ങളുടെ കൂടെ മറ്റ് ദൈവദാസന്മാരൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം തരികയാണ്. ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആൻറ്റിയുടെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആൻറ്റി ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, അപ്പം, സ്റ്റൂ, ചോറ്, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ, ഇങ്ങനെ ഓരോന്നോരോന്ന് ലിസ്റ്റ് ചെയ്ത് അവസാനം എന്താ പറയുക, പാനി, പഴം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഇത് മറന്നു പോകാതിരിക്കണമെങ്കിൽ എനിക്കും എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് സഹോദരിമാർക്കൊരു ടിപ്സാണ് നൽകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നല്ല 3 കോഴ്സ് മീലോ മറ്റൊക്കെ ആയിരിക്കും. നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ എന്തായാലും നമ്മൾ പുഡിങ് വരെയാണ് നമ്മൾ എന്തായാലും ചെയ്തു വെക്കുക. അതെടുത്ത് കൊടുക്കാനായിട്ട് പലപ്പോഴും ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും,
വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനും തുടങ്ങി അങ്ങനെ ഒരു പരിപാടി. ഇതെല്ലാം എഴുതി വെക്കും, അതിനുശേഷം എടുക്കുമ്പോൾ ഇങ്ങനെ ലിസ്റ്റ് പോലെ തന്നെ മേശപ്പുറത്ത് എത്തുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാൻ തുടങ്ങും, ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബിസി ലൈഫിൽ മറന്നു പോകാനായിട്ട് എന്തുണ്ട്, സാധ്യതകളുണ്ട്. ഇങ്ങനെ മറന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം നാണയത്തിൻ്റെ സ്ഥലത്ത് നമ്മളെ തന്നെ കൈവിട്ട് കളയുന്ന സ്ഥിതിഗതികൾ ഉണ്ടാകാറുണ്ട്. രക്ഷയുടെ 3 സ്റ്റേജ് സാധാരണ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. എന്തൊക്കെയാണ്? രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്റ്റേജ് സത്യം പറഞ്ഞാൽ നമ്മൾ ഓർക്കും അതാണ് ഭയങ്കര പ്രയാസം. ദൈവമേ, ഇന്ന മതവിഭാഗത്തിൽ നിന്ന്, ഇന്ന വിശ്വാസത്തിൽ നിന്ന് വരുന്നവരൊന്നും രക്ഷിക്കപ്പെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യം. അതിനകത്തു നിന്നൊക്കെ വരുന്നതാണ് ബുദ്ധിമുട്ടെന്നാണ് കരുതാറ്. പക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ 2ാമത്തെ സ്റ്റേജിൽ രക്ഷ പിടിച്ചു തീർക്കാനാണ് പ്രയാസം. ഏത്? രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ വരെയുണ്ടത്? മരണം വരെയുണ്ട്. ആ സമയത്താണ് അവർ മനുഷ്യപുത്രൻ വരുമ്പോൾ അവർ വിശ്വാസം കണ്ടെത്തുമോ ആവോ എന്ന് യേശു കർത്താവ് ചോദിച്ചിരിക്കുന്ന പോലെ തന്നെ രക്ഷയെ പൂർത്തീകരിക്കാൻ ആ സ്റ്റേജിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രയാസം. അതിൻ്റെ അർത്ഥം വീട്ടിനകത്തിരിക്കുമ്പോൾ ഈ രക്ഷയെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വീട്ടിന് വെളിയിൽ നിന്നുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേജിൽ വരുന്നതിനേക്കാൾ സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലും നമ്മുടെ ജീവിതത്തെ രക്ഷയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ഈ ഒരു ഉപമ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, സഭയ്ക്കകത്ത് നിന്നാലും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു പോകാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? ഓക്കെ. ഇനി ആ സ്ത്രീ ഒരു പക്ഷേ ആ ഒരു എന്താ പറയുക, ദ്രഹ്മയ്ക്ക് കൂടുതലൊരു എന്താ പറയുക ശ്രദ്ധ താൻ കൊടുത്തിട്ടുണ്ടാവില്ല. നഷ്ടപ്പെട്ട് താൻ വേഗത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല അല്ലേ. പെട്ടെന്നൊന്നും കാണാതെ പോയാൽ അവൾ വിളക്ക് തെളിയിച്ച് എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് നഷ്ടപ്പെട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ശ്രദ്ധാപൂർവം തൻ്റെ കയ്യിൽ നിന്ന് തന്നത് നല്ല രീതിയിൽ താനത് സൂക്ഷിച്ച് കാണുകയില്ല. ഇനി അറിയാതെ എവിടെയൊക്കെ ഒരു പക്ഷേ വെച്ചു പോയതായിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ രക്ഷ പോകുന്നതും ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ബിസി ലൈഫിൽ നമ്മുടെ പല പ്രയോറിറ്റീസിൻ്റെ ഇടയിൽ പലപ്പോഴും എന്താ പറയുക, നമ്മൾ ശരിയായ വിധത്തിൽ പ്ലാൻ ചെയ്യാത്ത ഒരു ജീവിതത്തിൻ്റെ നടുവിൽ ഒക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് വെച്ചു മറന്ന് എന്ത് ചെയ്യാം, നമുക്ക് പോകേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ഒരു ഓളത്തിനനുസരിച്ച് പോകുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മുടെ രക്ഷ ഒരുപക്ഷെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കൈമോശം വന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്, സഭയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഓളത്തിനനുസരിച്ച് ഡാമിയൻ പാസ്റ്റർ ഇപ്പോൾ ഭയങ്കര ഉണർവാ, എന്നാൽ പിന്നെ ഞാൻ ഉണർവാ, 7 ദിവസം ഉപവാസ പ്രാർത്ഥന, ഞാൻ ഉണർവാ. അതിനപ്പുറമായിട്ട് ഓളത്തിനനുസരിച്ച് പോകുന്നതിനേക്കാൾ അപ്പുറമായിട്ട് സ്വയം ജീവിതത്തിൽ ക്രിസ്തീയ അച്ചടക്ക മനോഭാവത്തിൽ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥന, ആരാധനയുടെ സമയത്ത് ആരാധന, ദൈവികമായ വിഷയങ്ങളിൽ എല്ലാത്തിലും തന്നെ ക്രമപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചാൽ മാത്രമേ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഉണ്ടല്ലോ, മരണം വരെ. ആ പ്രോസസ്സിൽ നമ്മുടെ രക്ഷ കൈവിട്ടു പോകാതെ ഈ നാണയത്തെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയിൽ നിൽക്കുമ്പോൾ, ഭവനത്തിനകത്ത് നിൽക്കുമ്പോൾ പോലും ഈ നാണയം നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, സഭയ്ക്കകത്ത് കയറി എന്ന് കരുതി സമാധാനിച്ച് നിൽക്കരുത്, അവിടെ വെച്ചും രക്ഷ നഷ്ടപ്പെടാം. പല വിശ്വാസികൾക്കും അത് അറിയാൻ പാടില്ല. അവരതുകൊണ്ടാണ് ചിന്തിച്ചോട്, സഭയിൽ എന്താ ഈ പ്രശ്നം, സഭയിൽ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം, സഭയിൽ കയറി കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കഴിഞ്ഞു, സ്നാനപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടി, സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മറുപടി ഇല്ലല്ലോ, സ്നാനപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ പറയാമോ? ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൺഫ്യൂഷനായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കുക, ഇത് വീട് മാത്രമാണ്. ഇതിനകത്ത് വെച്ചും നാണയം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. നാണയം നഷ്ടമാകാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം, അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം അവരവർക്കുണ്ട്. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? വേഗത്തിൽ പോകുക. 3ാമത്തെ കാര്യം, ദ കോയിൻ വാസ് ലോസ്റ്റ് ഇൻ ദ ഹൗസ്. അല്ലെ, വീട്ടിനകത്ത് വെച്ചിട്ടാണ് ഈ ഒരു നാണയം നഷ്ടമായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു നാണയം
എന്താ പറയുക, നഷ്ടമായി പോയി. എന്നാൽ രണ്ടാമതായിട്ട് പറഞ്ഞു നാണയം മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് നഷ്ടമായി പോയത്. ഇനി മൂന്നാമത്തേത് നാണയം ആ വീട്ടിൽ വെച്ചിട്ടാണ് നഷ്ടമായി പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് വീടിനകം എന്ന് പറഞ്ഞാൽ 2 മുറിയൊക്കെ സാധാരണ മാക്സിമം ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ട് പറഞ്ഞില്ലേ, ആ സ്നേഹിതൻ്റെ ഉപമ പഠിപ്പിച്ച സമയത്ത് 1 മുറിയേ കാണത്തുള്ളൂ. ആ ഒരു മുറിയിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. മൃഗങ്ങളുണ്ടാകും, വളർത്തുമൃഗങ്ങളുണ്ടാകും, അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി എന്തായിരിക്കും ആ മുറിക്കകത്ത് തന്നെയായിരിക്കും. അവരുടെ വീട്ടിലെ സകല സാധന സാമഗ്രികളും കുക്കിങ്ങും എല്ലാം എന്തായിരിക്കും അതിനകത്തായിരിക്കും. അതുകൊണ്ടാണ് എഴുന്നേറ്റ് എനിക്ക് അപ്പം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. താൻ എഴുന്നേറ്റാൽ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും, പട്ടി എഴുന്നേക്കും, അതിൻ്റെ ഒപ്പം ആട് എഴുന്നേക്കും, അതിൻ്റെ ഒപ്പം വീട്ടുകാരെഴുന്നേക്കും, എല്ലാവരും. അത് പിന്നെ ഒരു വാതിലെങ്ങാനും തുറന്ന് ആ വഴിക്ക് ആടെന്ത് ചെയ്യും, ചാടി പാതിരാത്രിക്ക് എന്ത് ചെയ്യും, പുറത്തിറങ്ങിപ്പോകും. പിന്നെ അവനെ ചെന്നായി പിടിച്ചോന്ന് അറിയാൻ വേണ്ടി അയാൾ ഓടിച്ചാടി നടക്കണം. അല്ലാതെ നമ്മളെപ്പോലെ നല്ല ബെഡിൽ AC റൂമിൽ കിടന്നിട്ട് എഴുന്നേക്കാൻ പറ്റില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നെ എഴുന്നേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അന്ന് ഉപമ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ ആ റൂമിനകത്ത് ഇതുപോലെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഈ സ്ത്രീയുടെ വീടും അന്നത്തെ കാലത്തെ വീട് തന്നെ ആയതുകൊണ്ട്, ഉപമയാണ് കഥയാണ് എങ്കിലും അന്നത്തെ കാലത്തെ ഉപമയായതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു വീട് തന്നെയായിരിക്കാം. ഒത്തിരി എന്താ പറയുക സാധനങ്ങളൊക്കെ ആ വീട്ടിനകത്തുണ്ടായിരിക്കാം. സാധാരണ ഇത്തരം വീടുകളിൽ ഒരൊറ്റ വെന്റിലേഷൻ, ഇതുപോലുള്ള ജനലുകളൊന്നും വെക്കാറില്ല അന്നത്തെ കാലത്ത്. ഒരൊറ്റ വെന്റിലേഷൻ, ഈ ഒരു ടൈലിൻ്റെ ഭാഗത്തിലുള്ള അത്രയും മാത്രം ഒരു വെന്റിലേഷൻ, ഒരു വെളിച്ചം മാത്രം എന്ത് ചെയ്യാറുള്ളൂ, അകത്ത് ഉണ്ടാകാറുള്ളൂ. ഇരുട്ടായിരിക്കും സാധാരണ ഇത്തരം വീടുകൾ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഫ്ലോറിലാണെങ്കിൽ, തറയിലാണെങ്കിൽ ഒത്തിരി എന്തുണ്ടായിരിക്കും, പൊടിപടലങ്ങളും സാധനങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്നത്തെ പോലെ സിമെൻറ്റിങ് രീതിയൊന്നുമില്ല, ഇന്നത്തെ പോലെ ടൈലിംഗ് രീതി ഒന്നും തന്നെ അന്നത്തെ കാലത്തില്ല. അന്നത്തെ കാലത്ത് വെറും തറയാണ്. പക്ഷേ ഈ തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കാല് വേദനിക്കാതിരിക്കാൻ വേണ്ടി പരവതാനിയും അവരിടത്തില്ല. സാധാരണ എന്താ ചെയ്യണമെന്ന് അറിയുമ്പോൾ വൈക്കോല്, പുല്ല് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്ട്രോ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവരെന്ത് ചെയ്യും, ഈ തറയിലിട്ടേക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ചുമ്മാ ഒരു തുണിയും കൂടി എന്ത് ചെയ്യും, വിരിച്ചിട്ടേക്കും. അപ്പം നടക്കുമ്പോൾ കാലെന്ത് ചെയ്യത്തില്ല, വേദന ഉണ്ടാവത്തില്ല. അപ്പം ഇത്തരത്തിൽ സാധനങ്ങളെല്ലാം മറിഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ആ റൂം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ നടുവിലാണ് എന്ത് ചെയ്തത്, ഇവർക്കിത് നഷ്ടമായി പോയത്. എപ്പോഴും മനസ്സിലാക്കുക, സാധനങ്ങൾ കുന്നുകൂടി കിടക്കുന്ന പൊടിപടലങ്ങളുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പൊടിപടലങ്ങൾ ഓരോ നിമിഷവും എടുത്തു മാറ്റുന്നില്ല എങ്കിൽ അതിനിടയിൽ രക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിനകത്ത് വെച്ച് രക്ഷ നഷ്ടപ്പെട്ടു പോകുവാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ ജീവിക്കരുത്. ഇനി മറ്റൊരു തലത്തിലാണ് ഞാൻ പറയുന്നത്, ചർച്ച എന്ന് പറയുന്നതിനപ്പുറമായിട്ടാണ് ഞാൻ പറയുന്നത്. പല ആളുകളും വീട്ടിനകത്ത് നഷ്ടപ്പെട്ടവരെ പോലെ ജീവിക്കുന്നവരാണ്. ഭർത്താവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാത്ത ആളുകളുണ്ട്. വീട്ടിനകത്ത് നഷ്ടപ്പെട്ടവരെ പോലെയാണ് അവർ ജീവിക്കുന്നത്. വീട്ടുകാരുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാനായിട്ട് നാം പഠിക്കണം. അത് നമുക്ക് സാധ്യമല്ലെങ്കിൽ നാം വീട്ടിനകത്ത് നഷ്ടപ്പെട്ട ഒരു ഭർത്താവോ ഒരു ഭാര്യയോ ഒരു അമ്മയോ ഒരു മകളോ ഒക്കെ ആയിരിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയാം, വീട്ടിനകത്തെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് സമാനമാണ്. ഹല്ലേലൂയ. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു മകനോ മരുമകളോ മരുമോളോ ആരൊക്കെയാണോ നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അല്ലെങ്കിൽ ചുമ്മാ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ വീട്ടിനകത്ത് നമ്മളായിരിക്കുന്നത്. വീട്ടാവശ്യങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫാമിലി റിലേഷൻഷിപ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ വീട്ടിനകത്ത് നഷ്ടപ്പെടാത്ത ഒരു നാണയമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ വീട്ടിനകത്ത്, സഭയുടെ കാര്യം പോകട്ടെ, അത് നമുക്ക് ഡാമിൻ ബാസിനോട് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ നഷ്ടപ്പെട്ട ഒരു നാണയമാണോ? നിങ്ങളുടെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ? എങ്കിൽ ഇന്ന് തിരിച്ചു വരുവാനുള്ള ഒരു സന്ദേശം കൂടെ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയാണ്. എനിവേ, ഇവിടെ നമുക്ക് കാണുന്നത് ഈ സ്ത്രീക്ക് ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൾ അത് തിരിച്ചറിയുന്നുണ്ട്. ആ നാണയം നഷ്ടപ്പെട്ട വിവരം
പകരം അവൾ തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് രക്ഷ, ആത്മീകമായ കാര്യങ്ങൾ ഒക്കെ നഷ്ടമായി ചോർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം പ്രാർത്ഥന എനിക്ക് വളരെയധികം കുറഞ്ഞു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശ്വാസം എന്നിൽ ചോർന്നു പോയിട്ട് ശേഷം സ്ത്രീകളെ പോലെ ഞാൻ സംസാരിച്ചിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇയ്യോബ് തന്നെ ചോദിച്ചില്ലേ, നീ എന്താ സാധാരണ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നതെന്ന് ഭാര്യയോട് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ലോകമയത്വത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ലോകക്കാരെ പോലെ വിശ്വാസം കുറഞ്ഞ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ എത്രയോ വട്ടം സംസാരിച്ച് കാണും. എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ കുറയുമ്പോൾ, ആത്മീക രീതികൾ കുറയുമ്പോൾ, ഇത്തരത്തിലുള്ള സംസാര രീതികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ അയ്യോ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടമായിരിക്കുകയാണ്, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന രീതിയിൽ, ആ സ്റ്റാൻഡേർഡിൽ, ആ നിലവാരത്തിലല്ല ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഇടപെടുന്നത്, ഞാൻ ശുശ്രൂഷിക്കുന്നത് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് വേഗത്തിൽ ആ നാണയത്തെ കണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, നാണയം നഷ്ടപ്പെട്ടു പോകുന്നത് സ്വാഭാവികമാണ്. ഹല്ലേലൂയ. അതേ ആളോട് പറയുക, വേഗത്തിൽ തിരിച്ചെടുക്കുന്നതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോകാം നമ്മുടെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ ഇതുപോലെ. ചിലപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു പോകാം, ആരാധന കുറഞ്ഞു പോകാം, ചില സീസണുകൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പക്ഷേ പിന്നീട് പ്രശ്നങ്ങളോ കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വേഗത്തിൽ റിയലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആരാധന എവിടെ നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ പ്രാർത്ഥന എവിടെ നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം എവിടെ നിൽക്കുന്നു. ആ ഗ്രാഫിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാനായി സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, നഷ്ടപ്പെട്ട വിവരത്തെ നാം വേഗത്തിൽ കണ്ടെത്തണം. അത് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത്. വേഗത്തിൽ നമുക്കൊരു തിരിച്ചുവരവ് നടത്തണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, വിശ്വാസത്തിൽ ചോർച്ച ഉണ്ടായാലും വേഗത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തണം. സാധാരണ നമ്മൾ പറയുന്നതാണ്, രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പറയുന്നതാണ് അല്ലേ, വമ്പൻ തിരിച്ചുവരവ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതുണ്ടാകുമ്പോൾ തന്നെ വേഗത്തിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. നാലാമത്തെ കാര്യമാണ്, നാണയം കണ്ടെത്തും വരെ ആ സ്ത്രീ എന്ത് ചെയ്തു, അന്വേഷിച്ചു. 8-ാമത്തെ വചനത്തിൽ കാണാം, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച്, അല്ലേ, അത് 8-ാമത്തെ വചനം ഇപ്പോൾ ഓണായിരുന്നല്ലോ, വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ, കണ്ടുകിട്ടും വരെ, ഹല്ലേലൂയ, അവൾ സൂക്ഷ്മമായിട്ട് അവൾ അന്വേഷിച്ചു. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, നാണയം കണ്ടു കിട്ടണമെങ്കിൽ, എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, സന്തോഷം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, സമാധാനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അല്ല ആത്മീക ജീവിതം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കിട്ടുവാൻ വേണ്ടി ഇപ്പോഴുള്ള നിങ്ങളുടെ അന്തരീക്ഷത്തിന് നിങ്ങളൊരു മാറ്റം ഉണ്ടാക്കണം. ഹല്ലേലൂയ. ഈ സ്ത്രീ ചെയ്ത അന്തരീക്ഷത്തിനൊരു മാറ്റം ഉണ്ടാക്കി. അവൾ എന്താ ചെയ്തത്? ആദ്യം തന്നെ അവൾ എന്ത് ചെയ്തു? ഷീ ലിറ്റ് ദ ലാമ്പ്. അവൾ എന്ത് ചെയ്തു? വിളക്കങ്ങ് കത്തിച്ചു. ഹല്ലേലൂയ. വിളക്കങ്ങ് കത്തിച്ചു. വളരെ ഇരുട്ടുള്ള ഇടം. ഞാൻ പറഞ്ഞു, ഈ ടൈലിൻ്റെ ഒക്കെ അത്രയും മാത്രമേ വെളിച്ചം ഓപ്പണിംഗ് ഉള്ളൂ, അത്രയും മാത്രമേ വെളിച്ചം അകത്തോട്ട് കയറുകയുള്ളൂ. അവൾ എന്ത് ചെയ്തു? വെളിച്ചത്തിലായി അവരുടെ അന്വേഷണം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയ പാപിയുടെ ഉപമയാണെങ്കിലും ഞാനൊന്ന് തിരിച്ച് സംസാരിക്കുക കേട്ടോ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി, കാണാതെ പോയി, പ്രതീക്ഷിച്ച പോലെ കണ്ടു കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞാൽ നിങ്ങൾക്ക് അതൊരിക്കലും കണ്ടെത്താൻ പറ്റത്തില്ല. വിളക്ക് കത്തിച്ച് അതിൻ്റെ പ്രകാശത്തിലല്ലാതെ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വചനം എന്താ യേശു കർത്താവ് പറയുന്നത്? ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്. ഞാൻ ഈ ലോകത്തിൻ്റെ എന്താകുന്നു? വെളിച്ചം ആകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. ഹല്ലേലൂയ. അപ്പോൾ ജീവിത വെളിച്ചം, ജീവന്റെ വെളിച്ചം അതാരാണ്? ക്രിസ്തുവാണ്, യേശുവാണ്. യേശുവിനെ ജീവിതത്തിൽ തെളിയിക്കാതെ നഷ്ടപ്പെട്ടത് പോയത് ഒരിക്കലും ലഭിക്കത്തില്ല. യേശുവിനെ തെളിയിക്കാതെ പാപിക്ക്
ഒരിക്കലും ഒരു തിരിച്ചുവരവ് നടത്താൻ പറ്റത്തില്ല. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ നഷ്ടമായി കിടക്കുന്ന ഏത് മേഖലയും അത് തിരിച്ചു കൊണ്ടുവരുവാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ. യേശു കർത്താവോ വിളക്കോ അല്ല കൊണ്ടുവരുന്നത്, ആ സ്ത്രീ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ യേശുവിൻ്റെ വെളിച്ചത്തെ നമുക്ക് ഉയർത്താൻ സാധിച്ചാൽ നമുക്ക് തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളെയും തിരിച്ചു പിടിക്കാനായി സാധിക്കും. ഏതിൽ? യേശുവിൻ്റെ വെളിച്ചത്തിൽ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, യേശുവിൻ്റെ വെളിച്ചത്തിൽ നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, നിന്റെ സമ്പത്തിനെ, നിന്റെ സമാധാനത്തെ, നിന്റെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ആരോഗ്യത്തെ ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്, രോഗങ്ങളില്ലാത്ത ഒരു ശരീരത്തെ ഞാൻ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാലത്ത് നല്ല രീതിയിൽ ജീവിച്ചിരുന്നവരാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രഖ്യാപിക്കണം, യേശുവിൻ്റെ വെളിച്ചം നിമിത്തമായിട്ട് ഞാനത് തിരിച്ചു പിടിക്കാനായിട്ട് പോവുകയാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശുവിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ എല്ലാ അന്വേഷണവും പൂർത്തിയാവുകയുള്ളൂ. നമ്മൾ സാധാരണ വലിയ മഹാന്മാരുടെയൊക്കെ ഭയങ്കര അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിനൊന്നിനും എതിരല്ല കേട്ടോ. നിങ്ങളത് വായിച്ചോളൂ, പഠിച്ചോളൂ, അതിനനുസരിച്ച് ജീവിച്ചോളൂ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ മാത്രം ഒരു കൊച്ചഭിപ്രായം, അതുകൊണ്ട് എന്നെ മാത്രം ആ കാര്യത്തിൽ തൂക്കിലേറ്റിയാൽ മതി, വേറെ ആരെയും പറയരുത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, അന്വേഷണം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലായിരിക്കണം. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലുള്ള അന്വേഷണം അത് ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല, അങ്ങപ്പുറത്ത് നിത്യതയിലുള്ള ചില കാര്യങ്ങൾ കണ്ടെത്താൻ കൂടെ നിന്നെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിലെ കാര്യങ്ങൾ കണ്ടെത്താൻ മഹാന്മാരുടെ സത്യാന്വേഷണവും കഥകളും ഒക്കെ നിന്നെ സഹായിച്ചെന്നിരിക്കാം. പക്ഷെ ക്രിസ്തുവിൻ്റെ ലൂടെയുള്ള അന്വേഷണമാണ് അങ്ങപ്പുറം, നിന്റെ മരണത്തിനപ്പുറമുള്ള പുതിയ ലോകത്ത്, പുതിയ ജീവിതത്തിൽ, നിത്യതയിലുള്ള കാര്യങ്ങളുടെ പോലും ഉത്തരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ഹല്ലേലൂയ പറയും? നമ്മുടെ ഒരു സ്ത്രീയെക്കുറിച്ച്, ഏതാണ്, സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ഹല്ലേലൂയ. കാരണം ഇരുട്ടിൽ പോലും അവളുടെ വിളക്ക് കെട്ടുപോകുന്നില്ല. കെട്ടുപോയ ചില സഹോദരിമാരുണ്ട്. ഏത് ഉപമയിലാണത്? വരാൻ പോകുന്നേ ഉള്ളൂ. 10 കന്യകമാരുടെ ഉപമയിൽ, അല്ലേ? രാത്രിയിൽ അവരുടെ വിളക്ക് എന്ത് ചെയ്തു? കെട്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കെടുത്തി കളഞ്ഞിരിക്കുകയാണ് അവർ. അതുകൊണ്ട് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് തോന്നുന്നു ഒരിക്കൽ നമ്മുടെ പാസ്റ്ററാണ് പ്രസംഗിച്ചപ്പോൾ, ഏതോ ഒരു പ്രസംഗത്തിൻ്റെ സമയത്ത് ബില്ലി ഗ്രഹാമിൻ്റെ ഭാര്യയുടെ ഒരു അനുഭവം താൻ പറഞ്ഞിരുന്നു. താൻ വീടൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ ഒരിക്കൽ ഒരു വലിയ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു കുറേ മീഡിയ പീപ്പിൾ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ലൈറ്റൊക്കെ തെളിയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീടിൻ്റെ മൂലക്കിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന മാറാലകളൊക്കെ എന്ത് ചെയ്തു? പ്രത്യക്ഷമായി. എന്നിട്ട് പാസ്റ്റർ ആ കഥയുടെ ഒടുവിലായിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ വെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായി ആരും കാണാതെ, നമ്മൾ പോലും ചിലപ്പം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നൊന്നുമല്ല, നമ്മൾ ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള നമ്മുടെ തെറ്റുകളെയും നമ്മുടെ കുറവുകളെയും ഒക്കെ എന്ത് ചെയ്യുള്ളൂ? വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ എന്നൊരിക്കൽ താൻ പറഞ്ഞിരുന്നു. അത് ഞാൻ ഒരിക്കൽ കൂടെ കടമെടുത്തിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞാൽ മാത്രമേ, നമ്മൾ ഒളിപ്പിച്ചു വെച്ചതായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഗവനിക്കാതിട്ടിരിക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലാത്തതായിരിക്കാം, അത്തരത്തിലുള്ള തെറ്റുകളെയും പാപങ്ങളെയും ഒക്കെ നമുക്ക് തിരിച്ച് അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ സ്ത്രീ എന്ത് ചെയ്തു? ഒന്ന്, അവൾ വിളക്ക് തെളിയിച്ചു. രണ്ടാമതായിട്ട് കാണുന്ന, അവൾ അടിക്കാൻ തുടങ്ങി. സോ ഷീ took the broom, അല്ലേ? വേഗം തന്നെ അവൾ എന്ത് ചെയ്തു? ചൂല് കയ്യിലെടുത്തു. ഈ ചൂല്, ഈ സ്ത്രീയെ കാണിക്കുന്ന പരിശുദ്ധാത്മാവാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നിന്ന് നാണയം പോയി എന്നൊന്നും പറഞ്ഞത് അലിഗോറിക്കലാണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ നിന്ന് നാണയം പോയി എന്നൊന്നും പറഞ്ഞ് ഇനി അത് പുതിയ നിയമമൊന്നും നിങ്ങൾ ഉണ്ടാക്കുക. ജസ്റ്റ് ഞാൻ അലിഗോറിക്കൽ എന്ന് വെച്ചാൽ സിംബോളിക്കലായിട്ട് പറയുന്ന ഒരു കാര്യം. അതിനെല്ലാത്തിലും അങ്ങനെ പറയാനായിട്ട് സാധ്യമല്ല. അതാണ് അലിഗോറിക്കലായിട്ട് തെളിയിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, ഇവളുടെ കയ്യിലൊരു ചൂലുണ്ട്. സാധാരണ വേദപണ്ഡിതന്മാർ ഈ ചൂലിനെ ചിലർ പരിശുദ്ധാത്മാവായിട്ട് സംസാരിക്കാറുണ്ട്, ചിലർ ദൈവത്തിൻ്റെ വചനമായിട്ട് സംസാരിക്കാറുണ്ട്. എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ദൈവത്തിൻ്റെ വചനമായിട്ട് പറയുന്നതാണ്. കാരണം അടിച്ചു വാരുക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ എന്താ പറയുക, ദൈവവചനമാണ്, അല്ലേ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ പറയുന്നു, അവൻ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ
വെടിപ്പാക്കി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനും കറാവാട്ടം, മാലിന്യം എന്നിവ ഒന്നുമില്ലാതെ ക്രിസ്തുവിന് വേണ്ടി തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും എന്നവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദൈവവചനത്താൽ എന്തുണ്ട്? ഒരു വെടിപ്പാക്കലുണ്ട്. ദൈവവചനത്താൽ ഒരു കഴുകലുണ്ട്. ഹല്ലേലൂയ. വചനത്താൽ ഒരു വൃത്തിയാക്കലുണ്ട്. ഹല്ലേലൂയ. ഈ സ്ത്രീ ചെയ്തത് എന്ത് ചെയ്തു? അത് വൃത്തിയാക്കി. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ സ്ട്രോയൊക്കെ ആയിരിക്കും ഈ കിടക്കുന്നത്, ഈ വൈക്കോലും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് നിറച്ചിട്ടുണ്ടാവും കാല് വേദനിക്കാതിരിക്കാൻ. അതെല്ലാം തന്നെ അടിച്ചെടുത്ത് മാറ്റി. എത്ര ഭഗീരഥ പ്രയത്നമാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്നത്. അത്രയും പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് എന്ത് ചെയ്തത്? അത് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ അറ്റ്മോസ്ഫിയർ മാറ്റണം. അറ്റ്മോസ്ഫിയർ മാറ്റാൻ ഒന്നാമതായി യേശുവിൻ്റെ വെളിച്ചം തെളിയിക്കണം. 2, വചനത്താൽ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് അപഗ്രഥനം നടത്തണം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ വചനം കൊണ്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കണം. എന്നാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ പ്രവൃത്തിയാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ ചിന്തകളാൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവവചനം ഉപയോഗിച്ച് വൃത്തിയാക്കുവാൻ നമ്മുടെ ജീവിതത്തെ അത്തരത്തിൽ ഒരു നല്ല അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, നാണയം തിരിച്ചു കിട്ടണമെങ്കിലേ നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം. ഹല്ലേലൂയ. നല്ല അന്തരീക്ഷം AC കിട്ടിയിരിക്കണം എന്നല്ല പറഞ്ഞത്, ഈ അന്തരീക്ഷമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ആ വീട് അപ്പോഴെങ്കിലും അടിച്ചു വാരിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യുമായിരുന്നു? വീണ്ടും അടുത്ത നാണയം ഒക്കെ നഷ്ടപ്പെട്ടു പോകാനൊക്കെ ഒരു സാധ്യതയുണ്ടായിരുന്നു. അപ്പോഴെങ്കിലും അടിച്ചു വാരിയത് കൊണ്ടാണ് ഒരെണ്ണം പോയപ്പോൾ തന്നെ അത് വേഗത്തിൽ എന്ത് ചെയ്തത്? കണ്ടെടുക്കാനായിട്ട് അവൾക്ക് സാധിച്ചത്. ഹല്ലേലൂയ. 10 കൂടി ഒരുമിച്ച് പോയെന്നല്ല പറഞ്ഞ്, ഒരെണ്ണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ഉപമയുടെ ആ റേഷ്യോ തന്നെ വളരെ പ്രത്യേകത അല്ലേ? ഈ ആടിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ആടിൻ്റെ കാര്യത്തിൽ 100-1, ഇവിടെ വന്നപ്പോൾ 10-1, ഇനി അടുത്ത ഉപമയിൽ വരുമ്പോൾ 2-1 അല്ലേ? 2 ഇതിനകത്ത് 1. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അവൾ അതുപോലെ അവൾ ക്ലീൻ ചെയ്തു. ഇനി അടുത്ത ആ ഭാഗത്ത് നമുക്ക് കാണാം, സൂക്ഷ്മതയോടെ അവൾ അടിച്ചു വാരി എന്നാണ് നമുക്ക് കാണുന്നത് അല്ലേ? സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മതയോടെ അന്വേഷിച്ചാലേ ചിലത് കണ്ടെത്തുകയുള്ളൂ. ഈ അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്ന് പറയുന്ന ആസ്ക് പ്രിൻസിപ്പിളിൽ ഈ സൂക്ഷ്മതയോടെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് ഡാമിയൻ പാസ്റ്റർ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് പഠിച്ചിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനു വേണ്ടി ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്ന ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സൂക്ഷ്മതയോടെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹത്തോടെ അത് കിട്ടിയേ അടങ്ങൂ എന്ന തീവ്രമായ ആഗ്രഹത്തിൽ അതിൻ്റെ പുറകെ പോകണം. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 മണിക്കൂർ പ്രാർത്ഥിച്ചേ പറ്റൂ എന്ന് പറയുന്ന തീവ്രമായ ആഗ്രഹത്തിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എന്തൊക്കെ പ്രശ്നം വന്നാലും വ്യാഴാഴ്ച ദിവസം ഞാൻ പോയിരിക്കും, എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വലിഞ്ഞാണെങ്കിൽ എത്തും എന്ന് പറയുന്ന തീവ്രമായ ആഗ്രഹം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിലല്ലാതെ മറ്റുള്ളവരെ പോലെ തിരക്കില്ലാഞ്ഞിട്ടൊന്നുമല്ല, തിരക്ക് നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ എന്താണ്? ആ തീവ്രമായ ആഗ്രഹമാണ് നിങ്ങൾ ഇവിടെ ഈ കസേരയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തീവ്രമായ ആഗ്രഹം ദൈവിക വിഷയങ്ങളിൽ ഉണ്ടായാൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെ നമുക്ക് തിരിച്ചെടുക്കാനായി പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, തീവ്രമായ ആഗ്രഹം ഉണ്ടാകണം. തീവ്രമായ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഡയറക്ഷന് വേണ്ടിയിട്ട് തീവ്രമായൊരു പ്രാർത്ഥന. ദൈവം, ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, ഏത് വഴിക്കാ പോകേണ്ടത്, ഏത് വഴിക്ക് പോയാൽ എൻ്റെ ഈ കാര്യങ്ങൾ നഷ്ടമാകാതിരിക്കും, എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകാതിരിക്കും എന്ന് ദൈവത്തോട് ചോദിക്കുന്ന, ദൈവത്തിൻ്റെ സഹായത്തിനായിട്ടുള്ള ആശ്രയിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയുക, നഷ്ടപ്പെട്ടതിനെ സൂക്ഷ്മതയോടെ അന്വേഷിക്കണം. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ സ്ത്രീ എന്ത് ചെയ്തു? സൂക്ഷ്മതയോടെ അവൾ വീട് മുഴുവൻ അടിച്ചു വാരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അധ്വാനിയായിരുന്നു പുള്ളിക്കാരി അല്ലേ? നല്ല കഠിനാധ്വാനിയായിട്ടുള്ളൊരു സ്ത്രീയാണത്. അതുകൊണ്ട്
ആ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവൾ എന്ത് ചെയ്യണം? അധ്വാനിച്ചു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മുടെ രക്ഷ അത് വീട്ടിനകത്ത് വെച്ച് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന പ്രോസസ്സ് സഭയ്ക്കകത്ത് നമ്മളായിരിക്കുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണ്. അവിടെയാണ് നമ്മുടെ നാണയം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷയെ എന്ത് ചെയ്യണമെന്നറിയാമോ? ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. നമുക്കൊരു വചനം വായിക്കാം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. കണ്ടോ? അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരോട് ചേർന്ന് വായിച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. എന്തൊക്കെ ഉറപ്പാക്കണം? വിളി, തിരഞ്ഞെടുപ്പ്. ഈ വിളിയും തിരഞ്ഞെടുപ്പൊക്കെ എപ്പോ? കർത്താവിലേക്ക് വന്നപ്പോൾ കിട്ടിയതാ. അപ്പൊ വിളിയും തിരഞ്ഞെടുപ്പൊക്കെ ആയിട്ടിരിക്കുന്നവർ എവിടെയായിരിക്കുന്നത്? ലോകത്തിലല്ല. പിന്നെ എവിടെയാ? വീട്ടിലായിരിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയാ? സഭയ്ക്കകത്തിരിക്കുമ്പോഴാ. അപ്പൊ സഭയ്ക്കകത്ത് ആ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടി അവിടെ അവസാനം പറഞ്ഞേക്കുള്ള ഒരു വാക്കൊന്ന് വായിച്ച എല്ലാവരും കൂടെ. അധികം. ഒന്നുകൂടെ വായിക്കേ. ഒന്നുകൂടെ വായിക്കേ. മനസ്സിലായോ? എന്താണ് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അധികം സൂക്ഷ്മതയോടെ അധികം ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രാർത്ഥനയെ പിടിച്ചുകൊണ്ടുപോവാൻ, ആത്മീക ജീവിതത്തെ പിടിച്ചുകൊണ്ടുപോവാൻ, ഈ വിശ്വാസത്തെ പിടിച്ചുകൊണ്ടുപോവാൻ, വിശുദ്ധിയെ കാത്തുകൊണ്ടുപോകുവാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അധികം ശ്രമിക്കണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അധികം ശ്രമിക്കണം. പറഞ്ഞേ, വേറൊരാളോട് പറ, അധികം ശ്രമിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നാണയം നഷ്ടപ്പെട്ടു പോകാം. ഹല്ലേലൂയ. അതുകൊണ്ട് സാമട്ടിൽ എന്താ പറയുക, എവിടെയോ സ്കൂളിൽ പോകുന്ന കണക്ക്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന കണക്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കുടുംബങ്ങളിൽ ജീവിക്കുന്ന കണക്കിൽ, അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതം സഭയ്ക്കകത്തായിരിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിച്ചു കൊണ്ട് പോകാമെന്ന് കണക്ക് കൂട്ടരുത്. ഹല്ലേലൂയ. മരിക്കുവാൻ ഇനി നിങ്ങൾ 70 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ, 80 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ, 90 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ, ഇനി അത്രയും കാലഘട്ടം വരെയും എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകും, അതിനുവേണ്ടി ഞാൻ എത്ര ശ്രമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറയാം, ക്രിസ്തീയ ജീവിതം പട്ടുമെത്തയല്ല, ഈസി ഗോയിങ് ലൈഫ് അല്ല. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ഒരിക്കലും പട്ടുമെത്തയല്ല. സുഖമായിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ കയറാമെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ ഒരാൾക്കും കയറില്ല. അല്ലെങ്കിൽ പിന്നെ പട്ടുപോയവരുടെ ഇത്രയധികം കണക്ക് ഒരിക്കലും ബൈബിൾ പറയേണ്ട ആവശ്യമില്ല. ഈ രക്ഷയ്ക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്ന ഈ സമയത്താണ് നമ്മൾ പട്ടുപോകുവാൻ സാധ്യതയുള്ളത്. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം കൂടെ നമുക്കൊന്ന് കാണാം. ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കാണത്, നമ്മൾ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ഫിലിപ്പിയർ 2:12 ഇതിനോട് ചേർന്നുള്ള കാര്യമാണ്. നോക്കിക്കേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ആ ലാസ്റ്റ് വാക്കൊന്ന് എല്ലാവരോടും വായിച്ചേ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ രക്ഷയ്ക്കായി. എല്ലാ സഹോദരന്മാരും ഉറക്കൊന്ന് വായിച്ചേ. നിങ്ങളുടെ. എല്ലാ സഹോദരിമാരും ഉറക്കൊന്ന് വായിച്ചേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രക്ഷയ്ക്ക് വേണ്ടി ആര്? പരിശുദ്ധാത്മാവ്, യേശു കർത്താവ്, ഡാമിയൻ പാസ്റ്റർ. ആര് പ്രവർത്തിക്കാനാ? ആര് പ്രവർത്തിക്കണം? അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അവരവരുടെ രക്ഷയ്ക്ക് അവരവർ പ്രവർത്തിച്ചേ തീരും. ഈ മൈക്രോഫോണൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഇതുപോലെ പുറകെ നിന്ന് ഉപദേശിക്കാനും പറഞ്ഞു തരാനും മാത്രമേ പറ്റുള്ളൂ. മക്കളെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാലേ ഈ നാണയം നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അതിന് വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റത്തില്ല. എൻ്റെ രക്ഷയുടെ കാര്യത്തിൽ ഡാമിയൻ പാസ്റ്റർ അല്ല, അത് ഞാൻ തന്നെയാണ്. അദ്ദേഹം എൻ്റെ ഭർത്താവാണ്, കൂടെ ജീവിച്ചതാണ്, അതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനാണ് പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ചിലതൊക്കെ നഷ്ടമാകുമ്പോൾ തിരിച്ച് ചിന്തിക്കണം, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും അതിനുവേണ്ടി അധികം ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടില്ലെങ്കിൽ ചോർന്നു പോയിട്ടുണ്ട്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ ചോർന്നു പോയിട്ടുണ്ട്. അതിൻ്റെ കുറ്റാരോപണം നമ്മൾ പിന്നെ കൂട്ടുവിശ്വാസികളെയോ ലീഡേഴ്സിനെയോ വീട്ടുകാരെയോ ഒരുപക്ഷെ സാഹചര്യം വീട്ടിൽ വയ്യാതെ നടക്കുന്ന ആളെയോ ഒന്നും പറയരുത്. അവിടെ ആര് വയ്യാതെ കിടന്നെന്നും പറഞ്ഞാലും, എത്ര തിരക്കുകളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ രക്ഷയെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അത് നമുക്ക് തന്നെയാണ്. എത്ര പേര് ആമേൻ പറയും? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ഇതൊന്നും തന്നെ നമ്മുടെ രക്ഷയെ നഷ്ടമായി പോകുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയും? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുന്ന 5-ാമത്തെ കാര്യം, ദ കോയിൻ ബ്രോട്ട് ഗ്രേറ്റ് ജോയ്. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? നാണയം കണ്ടുകിട്ടി. പക്ഷേ നാണയം ഒരു വലിയ സന്തോഷത്തെ കൊണ്ടുവന്നിരിക്കുന്നു. 9-ാമത്തെ വചനം, കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. കണ്ടുകിട്ടിയപ്പോൾ വലിയ സന്തോഷം. ഓക്കെ, 9-ാമത്തെ വചനത്തിൽ കാണുന്ന സന്തോഷം മൊത്തം ഈ ഭൂമിയിൽ നടക്കുന്ന സന്തോഷം. അതുകൊണ്ട് പുള്ളിക്കാരി ആരെയൊക്കെ വിളിച്ചു? സ്നേഹിതന്മാരെ വിളിച്ചു, അയൽക്കാരത്തികളെ വിളിച്ചു. ഈ ഭൂമിയിൽ നടക്കുന്ന സന്തോഷം. 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ഒരു സന്തോഷവും കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 2 സന്തോഷം കാണാം. 10-ാമത്തെ അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ എന്തുണ്ടാകും? സന്തോഷം ഉണ്ടാകും. അപ്പോൾ 9-ാമത്തെ വചനത്തിൽ വന്നപ്പോൾ ഭൂമിയിലുള്ളൊരു സന്തോഷത്തെക്കുറിച്ചും 10-ാമത്തെ വചനത്തിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലുള്ളൊരു സന്തോഷത്തെക്കുറിച്ചുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ എന്തുണ്ട്? ഭൂമിയിലും സന്തോഷമുണ്ട്, സ്വർഗത്തിലും സന്തോഷമുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞ്, കാണാതെ പോയ എന്തൊരു കാര്യം കണ്ടുകിട്ടുമ്പോൾ ഭൂമിയിലും സന്തോഷമുണ്ട്, സ്വർഗത്തിലും സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിൻ്റെ കണക്ക് നമുക്ക് ഓരോ ഈ 3 ഉപമകളിലും വ്യത്യസ്തമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ഭൂമിയിലെ ഈ സന്തോഷത്തിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ആ സന്തോഷത്തിൻ്റെ കാര്യം എന്തായിരുന്നു? പുള്ളിക്കാരി വിളക്ക് കത്തിച്ചു, പിന്നെന്ത് ചെയ്തു? അടിച്ചു വാരി. എന്താണ് വിളക്ക്? യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്തെ കാണിക്കുന്നു. എന്താണ് അടിച്ചു വാരിയത്? വചനത്താൽ. അപ്പോൾ വിളക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചവും വചനവും, അതാണ് അവൾ എന്ത് ചെയ്യാൻ സാധിച്ചത്? അവളുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിനൊരു മാറ്റമുണ്ടാക്കി നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്താൻ അവളെ സഹായിച്ചത്. അപ്പോൾ അതാണ് അവളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ സന്തോഷം കൊടുത്ത ഘടകം. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ക്രിസ്തുവിൻ്റെ വെളിച്ചവും വചനവുമാണ് ഈ ഭൂമിയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം. അതാണ് നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടതിനെയും തിരിച്ചു കൊണ്ടുവന്ന് നമ്മളിലേക്ക് സന്തോഷത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്. എന്താ പറയുക, അതിനെ വീണ്ടും അതിനെ പുനഃസ്ഥാപിക്കുന്നത് എന്താണ്? ഈ സന്തോഷത്തെ കൊണ്ടുവരുന്നത് ആരാണ്? ഈ ഭൂമിയിലെ നമ്മൾ നടത്തുന്ന ദൈവവചനത്താലും യേശു ക്രിസ്തുവിൻ്റെ വെളിച്ചത്താലും നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രവർത്തിക്കുന്ന അധ്വാനത്താലും, ഇതെല്ലാം കൊണ്ടുമാണ് ഈ സന്തോഷത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ഭൂമിയിൽ. എന്നാൽ സ്വർഗത്തിലെ കാര്യത്തിൽ രസകരമായൊരു കാര്യമുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചില്ല. അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മോർ ജോയ് ഇൻ ദി ഹെവൻ അല്ലേ? അവിടെയാണ് കാണുന്നത്. ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നാണ്. എന്നാൽ ഈ ലോസ്റ്റ് കോയിനിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ 10-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോർ ജോയ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ഏഞ്ചൽ എന്നാണ് കാണുന്നത്. ദൈവദൂതന്മാരുടെ മധ്യേ. ഓക്കെ, അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ കാര്യത്തിൽ സന്തോഷം എവിടെയാണ്? സ്വർഗത്തിൽ. ഇനി നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ കാര്യത്തിൽ സന്തോഷം എവിടെയാണ്? ദൈവദൂതന്മാരുടെ മധ്യത്തിലാണ് സന്തോഷം കിടക്കുന്നത്. എന്നാൽ ഇനി അടുത്ത ആഴ്ച പഠിപ്പിക്കാൻ പോകുന്ന ഉപമയുണ്ട്. അതിൽ ലോസ്റ്റ് സണ്ണാണ്, നഷ്ടപ്പെട്ടു പോയ മകൻ്റെ കാര്യത്തിൽ അവസാനത്തെ ആ വചനത്തിലേക്ക് വരുമ്പോൾ, എത്രയാണ് വചനം എന്ന് എനിക്ക് ഓർക്കുന്നില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഏറ്റവും ഒടുവിലത്തെ വചനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഒടുവിലത്തെ വചനമാണോ ആ ഉപമയുടെ ഏറ്റവും ലാസ്റ്റ് വചനം? യെസ്, നോക്കൂ. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് നിന്റെ ആവശ്യമായിരുന്നു. ഇനി അടുത്ത ആഴ്ചയിലെ സബ്ജക്റ്റാണ്, എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ട് പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത്? ആ 3-ാമത്തെ സന്തോഷം സ്വർഗവും ദൂതന്മാരും ഒന്നും ആയിരുന്നില്ല. പിന്നെ ആരായിരുന്നു ആ 3-ാമത്തെ സന്തോഷം സന്തോഷിക്കേണ്ടവൻ? ആരായിരുന്നു? മൂത്ത പുത്രനായിരുന്നു. അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിൻ്റെയും
പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരുമിച്ച് ചേർന്നുള്ള രക്ഷാകരമായ പദ്ധതി ഒരു പാപിയുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ സന്തോഷം 1 സ്വർഗത്തിലുണ്ടാകുന്നു, 2 ദൂതന്മാരുടെ മധ്യ ഉണ്ടാകുന്നു, 3 ഈ ഭൂമിയിലുള്ള മനുഷ്യർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ പുള്ളിക്കാരൻ്റെ സന്തോഷമൊക്കെ വേറെ സാധനത്തിലായിരുന്നു അല്ലേ? എനിക്കോ അതൊന്നുമില്ല. ഇന്നും നമ്മൾ വിശ്വാസികൾ അങ്ങനെ തന്നെയാ. ഒരു പാപി രക്ഷിക്കപ്പെട്ട് വരുന്നതിൽ ഒന്നുമല്ല നമ്മുടെ സന്തോഷം. ഒരു കാറ് കിട്ടുന്നതും ഒരു വീട് കിട്ടുന്നതും ഒക്കെയാണ്. അത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞോളാം. അതൊക്കെയാണ് നമ്മുടെ സന്തോഷം. പക്ഷെ അവിടെ കൃത്യമായി ബൈബിൾ പറയുന്നുണ്ട് എന്തിലാണ് ഒരു വിശ്വാസി സന്തോഷിക്കേണ്ടത് എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു പാപിയുടെ രക്ഷയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പദ്ധതിയിൽ സന്തോഷിക്കുന്നത് സ്വർഗം സന്തോഷിക്കണം, ദൂതന്മാർ സന്തോഷിക്കണം, അതുപോലെ എൽഡർ സൺസ് അഥവാ എന്താ പറയുക, മൂത്ത പുത്രന്മാർ വിശ്വാസികൾ സന്തോഷിക്കണം. എന്തുകൊണ്ടാണ് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകുമെന്ന് ഈ കാണാതെ പോയ നാണയത്തിൻ്റെ കാര്യത്തിൽ ദൈവം തമ്പുരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഉപമയിൽ പറഞ്ഞത് എന്നുള്ളത് മറ്റൊന്നും കൊണ്ടുമല്ല. ഈ രക്ഷാകരമായ പദ്ധതി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഈ രക്ഷാകരമായ പദ്ധതിയിൽ ആർക്കും പങ്കുണ്ട്? ദൂതന്മാർക്കും പങ്കുണ്ട്. 1-2 വചനങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം. ഞാനിവിടെ നിർത്തുക, എന്നാൽ ആ വചനഭാഗങ്ങൾ മാത്രം നൽകിയ. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. രക്ഷ പ്രാപിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്ക്, നോക്കിക്കുക, അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ? ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുക, മാലാഖമാരെ കുറിച്ച് പറഞ്ഞിരിക്കുക. അപ്പോൾ രക്ഷ പ്രാപിക്കാൻ പോകുന്ന ആളുകളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അയച്ചിരിക്കുന്ന സേവകാത്മാക്കളാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ നമ്മൾ അബോർട്ട് ചെയ്ത് പോകാതെ, മനസ്സിലായോ? ജനിച്ചപ്പം കുഞ്ചി ഒടിഞ്ഞ് മരിച്ചു പോകാതെ, ജീവിതത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാതെ, ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ ക്രിസ്തുവിൻ്റെ രക്ഷ കൈവശമാക്കുന്നത് വരെയും ഈ സേവകാത്മാക്കൾ നമ്മളിങ്ങനെ ശുശ്രൂഷിച്ച് ക്രിസ്തുവിൽ കൊണ്ടെത്തിക്കുന്നത് വരെ നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസിനെ പോലെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് ആമേൻ പറയും? ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അന്നും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പല വിശ്വാസത്തിലും പല ദൈവിക വിശ്വാസത്തിലായിരുന്നെങ്കിൽ പോലും ദൂതന്മാർ നമ്മളെ സേവകാത്മാക്കളെ പോലെ നമ്മുടെ ചുറ്റും നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് എന്തായി? പൂർത്തിയായി. ക്ഷമവിശ്വാസത്തിലേക്ക് വന്നു. ഞങ്ങളുടെ ഒരു ടാർഗറ്റ് പൂർത്തിയായി. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ട്? ഇപ്പോൾ കാർമൽ മേരി സിസ്റ്റർ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അന്ന് വരെ ഇങ്ങനെ പിടിച്ചു പൊക്കിക്കൊണ്ട് നടന്ന ദൂതന്മാര് സ്വർഗത്തിൽ നിന്നുകൊണ്ട് സന്തോഷിക്കാൻ കാരണം എന്താ? എൻ്റെ ഒരു ടാർഗറ്റ് വർഷങ്ങളായി, ഒന്നാമത്തെയല്ല, ജനിച്ചപ്പം ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ കൊണ്ട് നടന്ന ആ സേവകാത്മാക്കൾ ചിന്തിക്കുവോ, അവളുടെ 50ാമത്തെ വയസ്സിൽ അവളെ എനിക്ക് കർത്താവിലേക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റി, ആ ടാർഗറ്റ് പൂർത്തിയായി എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, ദൂതന്മാരുടെ ഒരംശം സന്തോഷമെങ്കിലും ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ആ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് കയ്യും വീശി, വ്യാഴാഴ്ച ദിവസമാണെങ്കിലും നിങ്ങൾ തിരിച്ചു വരില്ല. ആ സന്തോഷത്തിന് വിലയുണ്ടെങ്കിൽ ഒരാത്മാവിനെ, ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു പാപിയെ, ക്രിസ്തുവിൻ്റെ രാജ്യത്തിലില്ലാത്ത ഒരാളെയും കൊണ്ടേ നമ്മൾ ആലയത്തിനകത്തേക്ക് പടി ചവിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാലും. ഇനി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 11-ാമത്തെ വചനം. അവിടെയും ദൂതന്മാരുടെ ഒരു പ്രവർത്തനം കാണാം. ഈ ചെറിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ. 18-11 മത്തായി. ഈ ചെറിയവരിൽ ഒരുവനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നിട്ട് പറയുകയാണ് 18-11, സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. കണ്ട, സ്വർഗത്തിൽ 10-11 വചനങ്ങളിലാണ്. 10-ാമത്തെ വചനം ഒന്ന് കാണിക്കാമോ? 10. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ. അപ്പം നമ്മൾ ഒരാളെ പോലും നിസ്സാരനായിട്ട് കരുതരുത്, എല്ലാവരെയും നമ്മൾ മാനിക്കണം എന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്ത് പറയാണ്, ഒരു പൊട്ടനാകട്ടെ, കഴിവില്ലാത്ത ഒരാളാകട്ടെ, ജ്ഞാനം കുറവുള്ള ഒരാളാകട്ടെ, അയാളെ തുച്ഛീകരിക്കാതിരിപ്പാൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് 11-ാമത്തെ വചനത്തിൽ പറയുന്നത് സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ. ആഹാ, കണ്ടോ? അപ്പോൾ ഓരോ വ്യക്തിക്കും ദൈവം തമ്പുരാൻ ദൂതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ.
സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. കണ്ടു? അപ്പോൾ ഓരോ വ്യക്തിക്ക് വേണ്ടി ദൂതന്മാരെ ദൈവം തമ്പുരാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരതുകൊണ്ട് ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവരെന്ത് ചെയ്യാണ്? സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അത് വായിക്കണം എന്നില്ല, അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വചനങ്ങളിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി രക്ഷാകരമായൊരു പദ്ധതി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇടയന്മാരോട് സദ്വർത്തമാനം വിളിച്ചു പറയുന്ന ആരാണ്? ദൂതന്മാരാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ജനന സമയത്ത് പോലും രക്ഷാദൂത് അറിയിക്കുവാനായിട്ട് ഇറങ്ങി വന്നത് ആരായിരുന്നു? ദൂതന്മാരായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു പാപിയെ വീണ്ടെടുക്കുന്ന രക്ഷാകരമായ പദ്ധതിയിൽ അതിൻ്റെ സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് ആരുണ്ട് ദൈവത്തോടൊപ്പം? ദൂതന്മാർ ഉള്ളത് കൊണ്ടാണ് കാണാതെ പോയ നാണയത്തിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിലെ ദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. പുസ്തകങ്ങൾ നമുക്ക് അടച്ചു വയ്ക്കാം, അത് സ്ഥലങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ ചിന്തയിൽ നിന്ന് നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ ജീവിതം രക്ഷിക്കപ്പെട്ടു, ശരിയാണ്, പാപത്തിൻ്റെ വഴികളിൽ നിന്ന്, മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ദൈവികമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒക്കെ നമ്മൾ പുറത്തു വന്നു, സമ്മതിച്ചു. എന്നാൽ രക്ഷ എന്ന് പറയുന്ന സ്റ്റേജ് ഒറ്റ തലത്തിലല്ല നിൽക്കുന്നത്. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നാണയം പോലെ ഒരു പക്ഷേ നഷ്ടമായി പോകുവാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ അധികം ശ്രമിക്കേണ്ട സമയമാണ്. 2 കൈകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അല്പം നിമിഷങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ, ഒരുപക്ഷെ എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കളഞ്ഞു പോയതുപോലെ നിൽക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. എവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കളഞ്ഞു പോയതുപോലെ? എന്താ കളഞ്ഞു പോയിരിക്കുന്നത്? പ്രാർത്ഥന കളഞ്ഞു പോയോ? ആരാധന കളഞ്ഞുപോയോ? ദൈവത്തോടുള്ള സ്നേഹം കളഞ്ഞുപോയോ? കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് കളഞ്ഞുപോയോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കളഞ്ഞുപോയോ? മറ്റുള്ളവരുടെ ഇടയിലേക്ക് സുവിശേഷം പറയുവാൻ വേണ്ടി ഒരു കാലത്ത് ട്രാക്റ്റും ഒക്കെ ആയിട്ട് ഓടി നടന്നത് കളഞ്ഞുപോയോ? മറ്റുള്ളവരുടെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്ത് വിശ്വാസികളോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത്, അവരുടെ സങ്കടങ്ങൾ കേട്ടത്, അവരുടെ സങ്കടത്തിൽ പങ്കുകാരായത് കളഞ്ഞുപോയോ? അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വിശ്വാസി കൂട്ടങ്ങളുടെ ഇടയിൽ അവർക്ക് കഷ്ടപ്പാടുള്ളവരെ കണ്ടെത്തി അവരെ പോയി വിസിറ്റ് ചെയ്ത് അവർക്ക് സഹായമൊക്കെ ചെയ്തു കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു മനോഭാവം ഉണ്ടായത്, അത് നമ്മളിപ്പോൾ കളഞ്ഞോ? എന്താ നമ്മളിപ്പോൾ കളഞ്ഞേക്കുന്നേ? ഹല്ലേലൂയ. സഹായം ചെയ്യുവാനുള്ള വരം, അതിഥി സൽക്കാരം, എന്തൊക്കെയോ ഉണ്ട്. അല്ല, ശുശ്രൂഷകൾ കളഞ്ഞോ? കർത്താവ് പല ശുശ്രൂഷകൾ ഏൽപ്പിച്ചു, കളഞ്ഞോ? പ്രാർത്ഥനയിൽ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചു, കളഞ്ഞോ? സെൽ ഗ്രൂപ്പ് നടത്താൻ ഏൽപ്പിച്ചു, കളഞ്ഞോ? കൗൺസിലിംഗ് ഏൽപ്പിച്ചു, കളഞ്ഞോ? എവിടെയാ നമ്മുടെ ജീവിതത്തിൽ? ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചിലതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ബിസി ലൈഫിനിടയിൽ നമ്മൾ പോലും അറിയാതെ ചോർത്തി കളഞ്ഞതുണ്ടാകും. എന്തൊക്കെയാ നമ്മൾ കളഞ്ഞത്? തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നെഞ്ചിലോട്ട് കൈവയ്ക്കേണ്ട, കൈ മെല്ലെ മെല്ലെ ഉയർത്തി, ഈ കൈ ഉയർത്തുന്നത് ഐ സറണ്ടർ ബിഫോർ യു ലോർഡ്. ദൈവമേ, ഞാൻ അടിയറവ് പറയുക കർത്താവേ, ഞാൻ സമർപ്പിക്കുക കർത്താവേ. അതിൻ്റെ തെളിവാണത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ സമർപ്പിക്കുക. ഇതൊക്കെയാണ് ഞാൻ കളഞ്ഞത്. ഒരു പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ആത്മീയതയിൽ മാത്രമല്ല, കുടുംബത്തിനകത്ത് കളഞ്ഞുപോയ ഒരു വ്യക്തിയാണോ നിങ്ങൾ? ദൈവത്തോട് മാപ്പ് പറ. ഇല്ല കർത്താവേ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യാൻ പോകുക.